ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്. അപ്പോൾ അത് കഴിയണതും അതിനെപ്പറ്റി പറയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മണി എന്ന് പറഞ്ഞാൽ അത് ഡീപ്ലി ഒരു പേഴ്സണൽ സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ എത്ര സേവ് ചെയ്യുന്നു, എത്ര ഏൺ ചെയ്യുന്നു, എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ പുറത്ത് പറയുന്നത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. പലർക്കും പല ഒപ്പീനിയൻ ഉണ്ടാവും അല്ലേ. നമ്മളെത്ര ഏൺ ചെയ്യുന്നു അതനുസരിച്ച് അവർ നമ്മൾ റിച്ച് ആണെന്നോ നമ്മൾ പുവർ ആണെന്നോ എല്ലാം അസ്യൂം ചെയ്യാൻ ഒക്കെ കാരണമാവും. അത് വെറുതെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. അതുപോലെ നമ്മളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ അവർക്കൊരു ഈഗോയോ അസൂയയോ അതുപോലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാനും എല്ലാം കാരണമായിരിക്കും. അപ്പോൾ മാക്സിമം അത് ഒഴിവാക്കുകയായിരിക്കും നല്ലത്. അതുപോലെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സെൻസിറ്റീവാണ്. അത് ആവശ്യമില്ലാത്തവരുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ ഒക്കെ കാരണമായിരിക്കും. അതുപോലെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഈ നമ്പേഴ്സ് എല്ലാം ഒന്ന് വേഗമായിട്ട് പറയുക, അല്ലെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് മണീനെ പറ്റി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജനറലി ഫിനാൻഷ്യൽ ടിപ്സ് അങ്ങനെ പറയുക, അല്ലെങ്കിൽ സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജീസ് എങ്ങനെ യൂസ് ചെയ്യാം അത് ജനറലി മാത്രം പറയുക. ഇപ്പോൾ നമ്മൾ ചില ലെസൺസൊക്കെ നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടാവുമല്ലോ, അപ്പോൾ അത് എക്സാക്ട്ലി നമ്മുടെ ഫിഗേഴ്സ് ഒന്നും പുറത്ത് പറയാതെ ഇത് ജനറലി മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മളുടെ റിലേഷൻഷിപ്പിൽ ബാലൻസ് കൊണ്ടുവരാനും അതുപോലെ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാനും എക്സ്പ്ലോയിറ്റേഷനും പിന്നെ അൺനെസസറി ആയിട്ട് നമ്മളെ തമ്മിൽ കമ്പയർ ചെയ്യാനും ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ബിഗ് പ്ലാൻസ് അതൊന്നും മാക്സിമം പറയാതിരിക്കുകയാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാവാതെ നമ്മൾ അതിനെപ്പറ്റി പറയാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മൾ ഫ്യൂച്ചർ ഗോൾസ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ പോകുന്നതാണ് പറയുന്നത്. അതായത് ഈ സൈക്കോളജിയിൽ പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ പ്ലാൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു തരത്തിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതായത് നമ്മളത് അച്ചീവ് ചെയ്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കുറയും ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുന്നേ ഒത്തിരി നേരത്തെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനാവശ്യമായിട്ടുള്ള ഒപ്പീനിയൻ ചിലപ്പം നമ്മൾ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ അത് സപ്പോർട്ടീവായിട്ടായിരിക്കും, ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പം ഇത് ചിലപ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ ചിലപ്പം എഫക്റ്റ് ചെയ്യും. ചിലർ നമ്മളെ ഡിസ്കറേജ് ചെയ്യാൻ നോക്കും. ചിലപ്പോൾ നല്ലതായിട്ട് തന്നെ ആയിരിക്കും അവർ പറയുന്നത്, പക്ഷേ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലെങ്കിൽ ചിലർ നമ്മളുടെ ഐഡിയാസ് കോപ്പി ചെയ്യും. അത് നമ്മളുടെ ഇപ്പോൾ ബിസിനസ്സിനെയൊക്കെ അത് ബാധിക്കും. ഇപ്പോൾ ഏർലി സ്റ്റേജസിൽ ഒരിക്കലും നമ്മൾ പറയാതിരിക്കുക. കാരണം അതൊരു ലിറ്റിൽ സീഡ്ലിംഗ് പോലെയാണ്, അതിനൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അപ്പം എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസിലേക്ക് എക്സ്പോസ് ചെയ്യാതെ അതിനെ നമ്മൾ കെയർ ചെയ്തുകൊണ്ട് കൊണ്ടുപോവുക. സൈലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജീസ് നമുക്ക് മാറ്റാൻ പറ്റും. എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ പറയും നമ്മളിത് പറഞ്ഞ പോലെയല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ അതിനൊന്നും പോവാതെ നമ്മുടെ ഇനീഷ്യലായിട്ടുള്ള ചാലഞ്ചസ് നമ്മൾ പയ്യെ ഓവർകം ചെയ്തതിന് ശേഷം നമ്മുടെ റിസൾട്ട്സുമായിട്ട് നമുക്ക് ആൾക്കാരെ സർപ്രൈസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഒന്ന് എസ്റ്റാബ്ലിഷായി സ്റ്റേബിളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ജേർണി മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാം, അവരെ ഇൻസ്പയർ ചെയ്യാം. അപ്പോൾ നമ്മളുടെ സക്സസ്സിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലൊന്നും നമ്മൾ മറ്റുള്ളവരോട് റിവീൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ വേർഡ്സ് അല്ല, നമ്മുടെ ആക്ഷൻ ആയിരിക്കണം നമ്മുടെ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈവറ്റ് ഫാമിലി മാറ്റേഴ്സ് ഒരിക്കലും പുറത്ത് പറയാതിരിക്കുക നല്ലത്. എല്ലാ ഫാമിലിയിലും എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, മിസ്റ്റേക്സ് ഉണ്ടാവും. അതുപോലെ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രൈവറ്റാക്കി വെക്കുക തന്നെയായിരിക്കും നല്ലത്. അത് നമ്മുടെ ഫാമിലിയുടെ പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് ഗോസിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. അപ്പോൾ മിക്കവാറും നമ്മൾ ഒരു സൈഡ് ഓഫ് ദ സ്റ്റോറി മാത്രമേ അവർ കേൾക്കുകയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും അവർ പിന്നെ അതിനെപ്പറ്റി പറയാൻ പോകുന്നത്. അപ്പോൾ ബെറ്റർ നമ്മളിത് പറയാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ നമ്മുടെ ഫാമിലിയുടെ ഡിഗ്നിറ്റീനെയും അത് ബാധിക്കും. അതുപോലെ പിന്നീട് നമുക്കതൊരു ലോങ് ടേമിൽ നമ്മൾ തന്നെ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ പുറത്തുള്ള ആൾക്കാരും മുഴുവൻ കോണ്ടെക്സ്റ്റിലായിരിക്കില്ല ഇത് കേൾക്കുന്നത്. അപ്പോൾ അവർ വേറെ രീതിയിലായിരിക്കും അത് പറയുന്നത്, അല്ലെങ്കിൽ അവർ മുഴുവനും മനസ്സിലാക്കാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡ്വൈസസ് തരും, അല്ലെങ്കിൽ അവർ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ
അതുകൊണ്ടൊക്കെ നമ്മൾ കഴിയണതും അത് ഒരു പ്രൈവറ്റ് മാറ്ററാക്കി തന്നെ വെക്കുക. പക്ഷേ ഇപ്പം നമുക്ക് ഹെൽപ്പ് വേണം, അപ്പം നമുക്ക് പുറത്ത് പറയാതെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് നമുക്ക് ഗൈഡൻസ് വേണം. അപ്പോൾ നമ്മൾ പറയുന്ന ആൾ നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു മെൻറ്റർ, അല്ലെങ്കിൽ പ്രൊഫഷണലി ഒരു കൗൺസിലർ, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പം നമ്മളുടെ ഫാമിലീൻ്റെ പ്രൈവസി കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് എത്തുന്നത്. ലൈക്ക് ആ കറക്റ്റായിട്ടുള്ള ആൾക്കാർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളൊരു സർക്കിളിൽ എത്തുക എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള വിശ്വാസവും എല്ലാം എന്താ പറയുക, സ്ട്രെങ്തൻ ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ പറയാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരുടെ സീക്രറ്റ്സ്. ഇപ്പം പലരും നമ്മുടെ അടുത്ത് ചില സീക്രറ്റ്സൊക്കെ പറയുമല്ലേ, അപ്പോൾ അവർ ശരിക്കും നമുക്കൊരു ഗിഫ്റ്റാണ് തരുന്നത്. അതായത് അവരവരുടെ ട്രസ്റ്റാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളൊരു വേറൊരാളുടെ അടുത്തത് പറയാമെന്ന് പറഞ്ഞാൽ ആ ട്രസ്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. അത് അവരെ ഹേർട്ട് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ വിശ്വാസ്യതയും കൂടി നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ അവരത് മനസ്സിലാക്കി നമ്മളിലുള്ള കോൺഫിഡൻസ് അവർക്ക് പിന്നെ ഉണ്ടാവില്ല. ഒരിക്കലും അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ അടുത്ത് പിന്നെ ഷെയർ ചെയ്യില്ല. ചിലപ്പോൾ അതൊരു സിമ്പിളായിട്ട് ഇൻഫർമേഷനായിട്ട് നമുക്ക് തോന്നാം, കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഇൻഫർമേഷൻ, പക്ഷേ അതൊരിക്കലും നമ്മുടെ സ്റ്റോറിയല്ല, വേറൊരാളുടെ സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ നമ്മളത് വേറൊരാൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ സീരിയസ് കോൺസിക്വൻസസ് ഉണ്ടായേക്കാം അയാൾക്ക്. അപ്പോൾ ചിലപ്പോൾ അയാൾക്കൊരു നാണക്കേടോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് തന്നെ ബ്രേക്ക് ഡൗൺ ആവാൻ കാരണമാവാം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസി നമ്മൾ അംഗീകരിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെച്യൂരിറ്റി, ഇൻറ്റഗ്രിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടെംപ്റ്റേഷൻ വരികയാണ് ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ, അപ്പോൾ ജസ്റ്റ് നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മളുടെ ഇതുപോലെയുള്ളൊരു സീക്രറ്റ് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പെർമിഷനിലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളതൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം അത് ചെയ്യാം. നമ്മളത് അവരെ സീക്രട്ട് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാനും നമ്മളുടെ റെസ്പെക്റ്റ് അവർ എപ്പോഴും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ എപ്പോഴും മറ്റൊരാൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളായിട്ട് നമ്മളെ എല്ലാവരും കണക്കാക്കുകയും ചെയ്യും. അപ്പം ഒരിക്കലും ഒരു വിശ്വാസം ഇച്ചിരി പാടാണ് നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. എളുപ്പത്തിൽ അത് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ മാക്സിമം സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ വീക്ക്നെസ്, പിന്നെ അതുപോലെ വൾണറബിലിറ്റീസ്, ഇതൊന്നും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മുടെ സ്ട്രഗിൾ നമുക്ക് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ, പക്ഷേ എല്ലായ്പ്പോഴും അത് ഹെൽപ്ഫുൾ ആവണമെന്നില്ല. പലരും നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. നമ്മളെ കേൾക്കുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ടീവ് ആവണമെന്നില്ല അല്ലേ. ചിലപ്പോൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, നമ്മളെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ശ്രമിക്കും. കൂടുതലും ഇത് നമ്മുടെ സോഷ്യൽ സർക്കിൾസിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ മിക്കവാറും അവിടെയൊക്കെ അസൂയ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഇതൊക്കെ നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ആരുടെ അടുത്താണ് ഓപ്പൺ അപ്പ് ചെയ്യുന്നത് എന്നുള്ളതിൽ നമുക്ക് ഉറപ്പ് വേണം. ഇപ്പോൾ മുന്നത്തെ ഇതനുസരിച്ചിട്ട് നമ്മളെ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഇങ്ങനത്തെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പാടുള്ളൂ. നമ്മൾ കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തുറന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ മനസ്സിനെ ഒന്ന് ലൈറ്റനപ്പ് ആക്കാനും ചിലപ്പോൾ എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് നമ്മളിത് തുറന്ന് പറയുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. അതല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷം വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡീറ്റെയിൽസ് നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. പല രീതിയിലുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവാം അല്ലേ. ചിലപ്പോൾ നമ്മൾ സാധാരണ കോൺവെർസേഷൻസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടാവാം. ഇതെല്ലാം നമ്മൾ പുറത്ത് പറയുന്നത് ശരിക്കും ആ റിലേഷൻഷിപ്പിനെ തന്നെ ഡാമേജ് ആക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ പറയുന്ന വൺ സൈഡഡ് ഒപ്പീനിയൻ കേട്ടിട്ട് നമ്മുടെ പാർട്ട്ണറെ കുറിച്ച് ഒരു റോങ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് മറ്റുള്ളവർക്ക് ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട്. അതുപോലെ പലരും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അതും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ പാർട്ട്ണർക്കും കൂടി അഗ്രിയബിൾ ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു സോഴ്സിൽ നിന്ന് മാത്രം നമ്മൾ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഒരിക്കലും നമ്മുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അത് നമ്മൾ ബുദ്ധിപൂർവ്വം മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ പാസ്വേഡ്സ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഓൺലൈനാണല്ലേ, അപ്പോൾ നമുക്ക് ഒരുപാട് പാസ്വേഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഈവൻ നമുക്ക് ഒത്തിരി ട്രസ്റ്റുള്ള ആൾക്കാരുടെ അടുത്തും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അത് നമ്മൾ തന്നെ സൂക്ഷിക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സൈബർ ക്രിമിനൽസിനെല്ലാം ചെറിയൊരു ഡേറ്റ ലീക്ക് മതി അവർക്ക് നമ്മളുടെ കാര്യങ്ങളിലോട്ട് ആക്സസ് ചെയ്യാൻ ഒത്തിരി ഈസിയാണ്. ഇനിയിപ്പം എന്തെങ്കിലും ജോയിൻ്റ് അക്കൗണ്ട് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ തന്നെ സെക്യൂരിറ്റി ഉള്ള ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും നമ്മൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷനൊക്കെ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കെയർലെസ് ആയിട്ട് നമ്മുടെ പാസ്വേഡ്സ് ഒന്നും ഇടാൻ പാടില്ല. നല്ല സെക്യൂർ ആയിട്ട് തന്നെ നമ്മുടെ പാസ്വേഡ്സൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്ത നമ്മൾ പറയാൻ പാടില്ലാത്തൊരു കാര്യം നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള നെഗറ്റീവ് ഒപ്പീനിയനാണ്. കഴിയണതും നമ്മൾ നെഗറ്റീവ് ഒപ്പീനിയൻസ് വേറൊരാളോട് പറയാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ അത് വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യപ്പെടാം, മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാം. അപ്പം അതിൻ്റെ സാഹചര്യം നോക്കി മാത്രം നമ്മൾ അങ്ങനത്തെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. നമ്മളീ പറയുന്ന ആൾ നമ്മളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ടോ കൊളീഗോ ഫാമിലി മെമ്പറൊക്കെ ആണെങ്കിൽ ഇത് ഒത്തിരി പ്രശ്നമാവും പിന്നീട്. ഇനി നമുക്കിത് പറഞ്ഞേ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ മനസ്സിലിത് പറയാതെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്, വി ഹാവ് ടു വെൻറ്റ് ഇറ്റ് ഔട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് മാത്രം പറയുക. ഇനി അങ്ങനെ പറയുമ്പോൾ കൂടിയും നമ്മൾ ഒരുപാട് ഹാർഷായിട്ടുള്ള രീതിയിൽ സംസാരിക്കാതെ കുറച്ച് കൈൻഡായിട്ടും റെസ്പെക്റ്റ്ഫുള്ളിയും സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് പിന്നീട് നമ്മളെക്കുറിച്ചുള്ളൊരു ഇൻറ്റഗ്രിറ്റി തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വേർഡ്സിന് അത്രയും പവർഫുൾ ആണല്ലേ. നമുക്ക് അത് ഹീൽ ചെയ്യാനും അതുപോലെ ഹാം ചെയ്യാനും വേണ്ടിയിട്ട് വേർഡ്സിന് പവറുണ്ട്. പിന്നെ നമ്മൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മളത് ഓർത്തിട്ട് വേണം സംസാരിക്കാൻ. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ള കൈൻഡായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചാരിറ്റി, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരുപാട് പുറത്തോട്ട് ഓവറായിട്ട് പറയാതിരിക്കുകയാണ് നല്ലത്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും പുണ്യപ്രവൃത്തിയായിട്ടുള്ള ഒരു കാര്യം അതില്ല അല്ലേ. പക്ഷെ നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് പ്രൊമോഷൻ പോലെ ഇരിക്കും അല്ലേ. മറ്റുള്ളവർക്ക് ഇൻസ്പയറിങ് ആവാൻ വേണ്ടി നമ്മൾ നമ്മുടെ സ്റ്റോറി ഷെയർ ചെയ്യുന്നതൊക്കെ കുഴപ്പമില്ല. പക്ഷേ കൂടുതലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ പബ്ലിക്കായിട്ട് അധികം പറയാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഗുണത്തിനേക്കാളും നമ്മൾ ചെയ്ത ആ ഒരു കാര്യത്തിൻ്റെ സിൻസിയറിറ്റി അതവിടെ നഷ്ടപ്പെടുന്ന പോലെയാണ് ഉണ്ടാവുക. അതുപോലെ നമ്മുടെ ഹെൽപ്പ് സ്വീകരിച്ച ആളുടെ പ്രൈവസിയും അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി അത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെയ്ത കാര്യം കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിനേക്കാൾ നമ്മൾ ആര്, എന്തിന്, എങ്ങനെ, ആ ഒരു ഡീറ്റെയിൽസിലോട്ട് പോവാതെ അതിൻ്റെ ആ കാമ്പ് അത് മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക. ലൈഫിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം. പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് ഒരു ഫണ്ണായിട്ടും ഒരു ഗുഡ് ഫീലൊക്കെ തരുന്നതാണെങ്കിൽ കൂടിയും ഒരുപാട് നമ്മുടെ ഫാമിലി മാറ്റേഴ്സ്, നമ്മുടെ ലൊക്കേഷൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ ഡീറ്റെയിൽസ് വെറുതെ അനാവശ്യമായിട്ട് പോവാനിത് ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോകുമ്പോൾ അത് വെറുതെ ജഡ്ജ്മെൻറ്റിനും അസൂയയ്ക്കും എല്ലാം കാരണം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബോർഡർ ലൈൻ നമ്മളെപ്പോഴും വെച്ചേക്കുക, നമ്മൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൈവസി മാത്രമല്ല, ചില സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വസ്ഥതയും കൂടി നഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കൂട്ട് പലർക്കും പ്രൈവസി അല്ലെങ്കിൽ എന്ത് ഷെയർ ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നമ്മളുടെ ഒരു ലിമിറ്റ്, നമ്മുടെ ആ ബോർഡർ ലൈൻ എപ്പോഴും കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾക്ക്
പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചില സമയത്ത് നമുക്കൊരു ഓഡിയൻസിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഒരു മെമ്മറി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു പ്രൈവറ്റാക്കി വെക്കുന്നതാണ് എപ്പോഴും നന്നായിരിക്കുക. അപ്പോൾ നമ്മളിന്ന് മറ്റുള്ളവരെ ഷെയർ ചെയ്യാതെ പ്രൈവറ്റായിട്ട് വെക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇതെന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. മിക്കതും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ കൂടിയും പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് അത് വിട്ടു പോകാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു റിമൈൻഡറായിട്ട് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.